എലത്തൂർ ഡ്രെയിൻ ഭീകരാക്രമണ കേസിൽ വിചാരണ സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും. കേസ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിക്കായി മാറ്റിയിരിക്കുകയാണ്. ഡൽഹി ഷഹീൻ ബാഗ് സ്വദേശി ഷാരൂഖ് സൈഫി മാത്രമാണ് പ്രതി. NIA കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുന്നു. പ്രതിഭാഗത്തിന്റെ ആവശ്യപ്രകാരം ഷാരൂഖിന്റെ മനോനിലയും പരിശോധിച്ചിരുന്നു. 2023 സെപ്റ്റംബറിൽ NIA കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഈ വർഷം ജനുവരിയിലായിരുന്നു വിചാരണ ആരംഭിക്കാനിരുന്നത്. എന്നാൽ NIA കുറ്റപത്രം സമർപ്പിച്ച മറ്റു കേസുകളിൽ വിചാരണ പൂർത്തിയാകാത്തതിനാൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ വൈകി. 2023 ഏപ്രിൽ 2-നായിരുന്നു ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കമ്പാർട്ട്മെന്റിൽ കടന്നു കയറി ഷാരൂഖ് സൈഫി യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവച്ചത്. രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്ന് ചാടാൻ ശ്രമിച്ച 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 9 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ജിഹാദി പ്രവർത്തനം തന്നെയായിരുന്നു ഷാരൂഖ് സൈഫി ലക്ഷ്യമിട്ടതെന്നും പ്രതിയുടേത് ഭീകരവാദ പ്രവർത്തനമാണെന്നും NIA കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. മതഭീകര ആശയങ്ങൾ ഉള്ളയാളായിരുന്നു ഷാരൂഖ്. ഭീകരവാദ പ്രസംഗങ്ങൾ നടത്തുന്ന പാകിസ്ഥാനിലെ മതപ്രചാരകരെ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി പിന്തുടരുകയും വിവാദ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കാനാണ് ശ്രമിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. റെയിൽവേ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. ജനം, കൊച്ചി.